ഹൃദയഭേദകമായിരുന്നു. ഭൂമിയിൽ ആരിൽ നിന്നും ഒരു സഹായവും പ്രാർത്ഥന ത്യാഗം ലഭിക്കാത്തവരാണ് ഈ ആത്മാക്കൾ എന്ന് എനിക്ക് മനസ്സിലായി. സഹായത്തിനുള്ള നിശ്ചിത സമയം ഇതുവരെയും വന്നിട്ടില്ല എന്ന് അവർ അറിഞ്ഞിരുന്നു. എന്നാൽ സഹായം വളരെ നീണ്ടുപോകില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ. അതിനുശേഷം ഈശോ എന്നെ അതുപോലുള്ള മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി. ആദ്യത്തേതുപോലെ തന്നെ അടുക്കി നിർത്തിയതുപോലെയായിരുന്നു ആത്മാക്കൾ, കറുത്ത ഉടുപ്പുകളും. എന്നാൽ ഈശോയോടൊപ്പം അവിടെ പ്രവേശിച്ചപ്പോൾ എല്ലാവരും അനങ്ങാൻ തുടങ്ങി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ജപമാല എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജപമാല മണികൾ കണ്ടപ്പോൾ എല്ലാവരും കരഞ്ഞപേക്ഷിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പ്രിയ സഹോദരി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പ്രിയ സഹോദരി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി.